ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്നവർക്കാണ് പെൻഷൻ തുക ലഭിച്ചിരിക്കുന്നത്. 20-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് ധനകാര്യ വകുപ്പ് ഉത്തരവുണ്ടായിരുന്നുവെങ്കിലും 22-ാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വന്നു തുടങ്ങിയത്. ശനിയാഴ്ചയും അക്കൗണ്ടുകളിൽ പലർക്കും തുക എത്തിയിട്ടുണ്ട്. എന്നാൽ സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ക്രിസ്മസിന് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും. ഡിസംബർ 30 വരെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നത്. ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതല്ല. പലർക്കും ക്രിസ്മസിന് ശേഷമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക. അതിനിടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പ്രശ്നം ഇപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. വിധവാ പെൻഷൻ 5 മാസമായി മുടങ്ങിയതിനെ തുടർന്ന് പിച്ചച്ചട്ടിയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയാണ് കുടിശ്ശിക പെൻഷൻ നൽകണമെന്നും കൃത്യമായി ക്ഷേമ പെൻഷൻ സർക്കാർ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കേന്ദ്രവിഹിതം കിട്ടാത്തതും സാമ്പത്തിക ഞെരുക്കവുമാണ് പെൻഷൻ കുടിശ്ശിക ആക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാർ ബോധിപ്പിച്ചെങ്കിലും സർക്കാരിൻ്റെ ആഘോഷങ്ങൾക്ക് പണമുണ്ടെന്നും ക്ഷേമ പെൻഷന് പണമില്ലെന്നും പറയുന്നത് മുൻഗണനയുടെ പ്രശ്നമാണെന്നും കോടതി വിലയിരുത്തിയത് സർക്കാരിന് തിരിച്ചടിയായി. അതിനുശേഷം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് എത്തുകയാണ്. വരാനിരിക്കുന്ന ഉത്സവകാലവും പുതുവർഷവും കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതം അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിവിധ സാമൂഹിക ക്ഷേമ നടപടികൾക്കും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുമായി 73,000-ഓളം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചത്. ഇതിൽ നിന്ന് കേരളത്തിന് 1,400-ഓളം കോടി രൂപയോളം ലഭിക്കും. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 900 കോടി രൂപ മതി. മറിയക്കുട്ടിയുടെ കേസ് ജനുവരി ആദ്യമുണ്ട്. പെൻഷൻ വിതരണത്തിനായി പെട്രോളിനും മദ്യത്തിനുമെല്ലാം സെസ് പിരിക്കുന്നതും മറിയക്കുട്ടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് പെൻഷന് ശേഷവും 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. കേസിനെ തുടർന്ന് ജനുവരി ആദ്യത്തിൽ തന്നെ 1 മാസത്തെയോ 2 മാസത്തെയോ കുടിശ്ശിക പെൻഷന് സാധ്യത തെളിയുകയാണ്. തനിക്ക് മാത്രം കുടിശ്ശിക കിട്ടിയാൽ വാങ്ങില്ലെന്നും എല്ലാവർക്കും ലഭിക്കുവാനാണ് കേസ് കൊടുത്തതെന്നും മറിയക്കുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പെൻഷൻകാർക്ക് ഗുണകരമായി വരുന്ന എല്ലാ ഇൻഫർമേഷൻസുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. രണ്ടാമതായി, സർക്കാരിൻ്റെ ക്രിസ്മസ് പെൻഷൻ വിതരണം പോലെ തന്നെ ആയിരിക്കുകയാണ് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സബ്സിഡി സാധനങ്ങളുടെ വിതരണവും. തൃശ്ശൂരിലെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ലാത്തതിനെ തുടർന്ന് ക്രിസ്മസ് ന്യൂ ഇയർ ചന്ത ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി മേയറും MLAയും മടങ്ങി. ഉദ്ഘാടകനായ മേയർ MK വർഗീസും MLA P ബാലചന്ദ്രനുമാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് നിന്ന് മടങ്ങിയത്. ഇന്ന് രാവിലെയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. 13 സാധനങ്ങൾ സബ്സിഡിയായി നൽകുമെന്നായിരുന്നു സപ്ലൈകോ അറിയിച്ചിരുന്നത്. അതിനു പുറമെ നോൺ സബ്സിഡി സാധനങ്ങൾ 5% മുതൽ 30% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്നും അറിയിച്ചിരുന്നു. രാവിലെ മുതൽ സാധനങ്ങൾ വാങ്ങാനായി നിരവധി പേർ എത്തിയിരുന്നു. എന്നാൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്ത കാര്യം നാട്ടുകാർ ജനപ്രതിനിധികളെ അറിയിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കുകയാണെന്ന് മേയറും MLAയും അറിയിക്കുകയായിരുന്നു. സബ്സിഡി സാധനങ്ങളായി ചെറുപയറും വെളിച്ചെണ്ണയും മാത്രമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവരോട് ചോദിക്കുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് എത്തുമെന്നാണ് പറയുന്നത്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇത് കിട്ടിയാൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുമോ എന്നും നാട്ടുകാർ ചോദിക്കുന്നു. ഈ വർഷത്തെ ഫെയറുകൾ ഡിസംബർ 21 മുതൽ 30 വരെയായിരിക്കും നടക്കുക. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഫെയറുകൾ പ്രവർത്തിക്കുക. ഡിസംബർ 25-ന് ഫെയർ അവധിയായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.